കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തി പൊറോട്ട കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ 400 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ബോൺലെസ് ചിക്കനാണ്. ഈ ചിക്കനിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതായത് 1/2 ടീസ്പൂണിനേക്കാൾ കുറച്ച് കൂടുതൽ. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ആവശ്യത്തിന് പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അതപ്പോൾ അധികം എരിവില്ലാണ്ട് നമുക്ക് കിട്ടും. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് നമുക്ക് തിരുമ്മിയെടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/2 മുറി ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞ് ചേർക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ ചിക്കൻ നല്ല പോലെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഞാൻ അല്പം ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. അല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ഗ്രാം ബട്ടർ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പം നമ്മുടെ ബട്ടർ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഓരോ ചിക്കൻ പീസായിട്ട് ഇട്ട് കൊടുക്കുക. ഇതൊരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ. ഒരു ട്രിപ്പ് നമ്മൾ ചിക്കൻ പീസുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ തീയിൽ കിടന്നൊന്ന് പാകമായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഈ ചിക്കൻ നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരിയ തീയിലിട്ടിട്ട്, അതായത് നമ്മുടെ മീഡിയത്തിനേക്കാൾ കുറച്ച് കുറവിലിട്ടിട്ട് കുറച്ചധികം നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് വേണം ചിക്കൻ വേവിച്ചെടുക്കാൻ. നമ്മുടെ ഗ്രേവിയിൽ കിടന്നിട്ട് ചിക്കൻ അധികം വേവില്ല, അതുകൊണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കണ്ട കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 2 മീഡിയം സൈസ് സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 3 തക്കാളി ഞാൻ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 10-25 കാഷ്യൂ നട്ട്സ്, ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, ഒരു 5 കരയാമ്പൂ, 4 ഏലക്കായ, അതുപോലെ 2 കഷ്ണം ബേ ലീഫ്, കുറച്ച് കുരുമുളക്, അതുപോലെ കുറച്ച് പെരിഞ്ജീരകം, ഇനി 2 കഷ്ണം പട്ട, അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ബാക്കിയുള്ള ബട്ടറിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ സവാള നല്ല പോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ നേരത്ത് നമുക്ക് നേരത്തെ കാണിച്ച മസാലകളെല്ലാം ഇതിലേക്ക് ചേർത്ത്, നമ്മൾ നേരത്തെ കാണിച്ച എല്ലാ മസാലകളും സവാളയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട, അതിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി. നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ സവാളയും നമ്മൾ നേരത്തെ ചേർത്ത മസാലകളൊക്കെ നല്ല പോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നല്ല പോലെ ഒന്ന് വെന്തുടഞ്ഞ് കിട്ടണം നമുക്ക് കേട്ടോ. ഇതൊന്ന് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണും കൂടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കാം. നമ്മൾ ഇത്തിരി ചൂടുള്ള വെള്ളമാണ് ചേർക്കണേ. ഞാൻ ആ കോഴി മാരിനേറ്റ് ചെയ്ത് വെച്ച പാത്രത്തിൽ ഒന്ന് ചുറ്റിയിട്ടാണ് ഈ വെള്ളം ഒഴിക്കണേ കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ എല്ലാം റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ നമ്മളിതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ചൂടാറുമ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ മിക്സിയിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ സവാള കൂട്ട് നല്ല പോലെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം.
ഇപ്പം നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാനിലേക്ക് ഒരു ചെറിയ പീസ് ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ ബട്ടർ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇപ്പം നമ്മുടെ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഗ്രേവി നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഈ ചിക്കൻ വറുത്ത് വെച്ചിട്ടുള്ളതുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ ബട്ടറോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 3 മിനിറ്റ് നേരം ഒന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചിക്കൻ ഇട്ടിട്ട് ചിക്കൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാനിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹോട്ടലിൽ അതേ ടേസ്റ്റിൽ തന്നെയാണ്, നമ്മുടെ അടിപൊളി ടേസ്റ്റാണ്, നല്ല മണമാണ് വരുന്ന തുടങ്ങിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം വിനാഗിരി, 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം കൂടെ കസൂരി മേത്തിയും കൂടെ ഒന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട്. അതുപോലെ ഫ്രഷ് ക്രീമും കൂടെ കുറച്ച് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു ഉഗ്രം വീഡിയോയുമായി ഞാൻ ഉടനെ വരാം. ഓക്കേ.